കണ്ണൂരിൽ സ്കൂളുകളുടെ പ്രവർത്തനം സ്തംഭിപ്പിക്കുന്ന തരത്തിൽ അധ്യാപക യോഗ്യതാ പരീക്ഷയായ കേട്ടറ്റിന്റെ വെരിഫിക്കേഷൻ. കണ്ണൂർ ഗവൺമെന്റ് മുനിസിപ്പൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ചൊവ്വാഴ്ച എത്തിയത് 700ഓളം അധ്യാപകർ. കൃത്യമായ ആസൂത്രണമില്ലാത്തതിനാൽ അധ്യാപകർ ക്യൂ നിന്ന് വലയുകയും ചെയ്തു. അധ്യാപക യോഗ്യതാ പരീക്ഷയായ കേട്ടറ്റിന്റെ വെരിഫിക്കേഷനാണ് സംസ്ഥാന തലത്തിൽ ഇപ്പോൾ നടന്നുവരുന്നത്. ഇത് സ്കൂളുകളുടെ പ്രവർത്തനത്തെ വ്യാപകമായി ബാധിക്കുന്നുമുണ്ട്. കണ്ണൂർ വിദ്യാഭ്യാസ ജില്ലയിലാണ് പ്രശ്നം അതിരൂക്ഷം. വെരിഫിക്കേഷനായി കണ്ണൂർ ഗവൺമെന്റ് മുനിസിപ്പൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ചൊവ്വാഴ്ച എത്തിയത് 700ഓളം അധ്യാപകരാണ്. സർവീസിലുള്ള അധ്യാപകർക്കായാണ് ചൊവ്വാഴ്ച വെരിഫിക്കേഷൻ വെച്ചിരുന്നത്. അധ്യാപകർ കൂട്ടത്തോടെ എത്തിയതാണ് വിദ്യാർത്ഥികളുടെ പ്രവർത്തനങ്ങളെ ബാധിച്ചത്. കൃത്യമായ ആസൂത്രണമില്ലാത്തതിനാൽ അധ്യാപകർക്ക് രാവിലെ തൊട്ട് വൈകിട്ട് വരെ ക്യൂവിൽ നിൽക്കേണ്ട അവസ്ഥയും വന്നു. മുനിസിപ്പൽ സ്കൂളിലെ ഒരു മുറിയിൽ തടിച്ചുകൂടിയ അധ്യാപകരുടെ നിര കാണുക. വലിയ പ്രയാസമാണ് ഈ വെരിഫിക്കേഷൻ സൃഷ്ടിച്ചതെന്ന് അധ്യാപകർ തുറന്നു പറഞ്ഞു. കുറേ സമയമായി ഞങ്ങളെല്ലാം വന്നിട്ട് അവിടുന്ന് ഒരുപാട് സമയം അവിടെ നിന്നു. അതിനുശേഷം പിന്നെ ഇപ്പോൾ ലൈനിൽ ക്യൂ ആയിട്ട് നിൽക്കുന്നതാണ്. മനസ്സിലാവുന്നില്ല ഞങ്ങൾക്ക്. പകുതിക്കുന്ന ചിലവർ ഇപ്പോൾ പറയുന്ന കേൾക്കുന്ന കുറച്ച് ആൾക്കാർ അതും ഞങ്ങളെക്കാട്ടും ലേറ്റ് ആയിട്ടുള്ള ഇത് വന്നവരും ചെയ്തു പോയി പറയുന്ന കേൾക്കുന്നുണ്ട്. എന്താണ് ക്ലിയർ ആയിട്ട് നടക്കുന്നതെന്നൊന്നും തിരിയുന്നില്ല. എല്ലാവരും ക്യൂ നിൽക്കുമ്പോൾ നമ്മൾ ക്യൂ നിന്നു, അത്ര തന്നെ. എന്താണ് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നില്ല. നമ്മളിപ്പോൾ രാവിലെ ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് ലീവായില്ലേ, ഇങ്ങനെ ഒരു ആവശ്യം ഇനിയും വൈകിട്ട് വരെ എത്ര സമയം ഇത് കഴിയാമെന്ന് അറിയില്ലല്ലോ. അല്ല, ഈ പറഞ്ഞ പോലെ ഞങ്ങൾ ഓൾറെഡി സർവീസിലുള്ള ആൾക്കാരാണ്. ഞങ്ങൾ സർട്ടിഫിക്കറ്റിൽ എത്രയോ പ്രാവശ്യം വെരിഫൈ ചെയ്തതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഇത് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. ഭൂരിഭാഗം അധ്യാപകർക്കും സെൻസസ് ഡ്യൂട്ടിയുമുണ്ട്. വെരിഫിക്കേഷനും സെൻസർ ഡ്യൂട്ടിയുമൊക്കെയായി ദിവസങ്ങളോളം സ്കൂളിൽ പോകാൻ കഴിയാത്ത അധ്യാപകരുമുണ്ട്. അത് ബുദ്ധിമുട്ട് തന്നെ. നമ്മൾ സ്കൂളിൽ പോകണ്ടല്ലേ, നമ്മളിപ്പോൾ രാവിലെ വന്ന് ഇവിടെ നിൽക്കുന്നത് എത്ര മണിക്ക് തീരുമൊന്നും അറിയില്ല. സെൻസസിൻ്റെ ഡ്യൂട്ടി ഉണ്ട്. സ്കൂളിൽ പോകാത്ത തന്നെ കുറേ ദിവസമായി. ശരിക്കും സ്കൂളിൽ പഠിപ്പിക്കാതെല്ലാം ദിവസങ്ങളായി. ഇപ്പോൾ ഇന്നിടെ വന്ന് ഇതിപ്പോൾ എത്ര മണിക്ക് തീരുന്നറിയില്ല. എനിക്ക് തോന്നുന്നു ഒരു ഉച്ചയ്ക്ക് ശേഷം വരെ നിൽക്കേണ്ടി വരുമായിരിക്കും. വെരിഫിക്കേഷനു വേണ്ടി അധ്യാപകരെ ഇങ്ങനെ ക്യൂവിൽ നിർത്തേണ്ടതുണ്ടോ എന്ന ചോദ്യവും പ്രസക്തമാണ്. ഇത്രയും പുരോഗമിച്ച സാങ്കേതിക വിദ്യയുള്ള കാലത്താണ് അധ്യാപകർ ഇങ്ങനെ സ്കൂളുകളിൽ വന്ന് ക്യൂ നിൽക്കേണ്ട അവസ്ഥ. നിശ്ചിത അധ്യാപകർക്ക് ടോക്കൺ നൽകി അതിന്റെ വെരിഫിക്കേഷനാണ് നടന്നിരുന്നുവെങ്കിൽ ഇത്രയും ദുരിതം ഉണ്ടാകുമായിരുന്നില്ല. ഈ മാസം 21 വരെ വെരിഫിക്കേഷനുള്ള സമയവുമുണ്ട്. മറ്റു വിദ്യാഭ്യാസ ജില്ലകളിൽ ഉണ്ടാക്കിയ ക്രമീകരണം പോലും കണ്ണൂർ വിദ്യാഭ്യാസ ജില്ലയിൽ ഉണ്ടാക്കിയില്ല എന്ന വിമർശനവും ഉയരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.